ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം കരിയർ ഗൈഡൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത 3 വ്യക്തിത്വങ്ങളാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ 3 പേരുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 വ്യക്തികളെക്കുറിച്ച് അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഈ വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുബന്ധ വിവരങ്ങൾ കിട്ടും. കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ നന്നായി നമുക്കൊന്ന് പഠിച്ചു പോകാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറയാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നായകൻ ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കറുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിക്കുക പതിവാണ്. ഞാൻ ഓർഡറായിട്ട് അദ്ദേഹം ജനിച്ചത് മുതൽ അദ്ദേഹം മരണപ്പെട്ടത് വരെയുള്ള ആ കാലയളവിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഈ ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നൽകാനുള്ളത്. ആദ്യം അത് പറഞ്ഞിട്ട് ഞാൻ ഓർഡറായിട്ടൊന്ന് വരാം. കാരണം ഇതാണ് ഇപ്പം ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതാദ്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അപ്പം ഭരണഘടനയുടെ പിതാവെന്നോ ഭരണഘടനാ ശില്പി എന്നോ പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ്, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. എല്ലാ വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു വ്യക്തി. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശാ സമ്മേളനങ്ങളും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന് ഓർക്കുക. ഇനിയും നമുക്ക് പറയാനുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ആധുനിക മനു, ആധുനിക ബുദ്ധൻ, ഇന്ത്യൻ ജെഫേഴ്സൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പറയാം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ വിശദമായിട്ട് പറയാവുന്നതാണ്. ഇനിയും നമുക്ക് പറയാം, അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രസിദ്ധീകരണങ്ങളുടെ പേര് നിങ്ങൾ ഓർക്കുക. മൂക് നായക്, മറ്റൊന്ന് ബഹിഷ്കൃത ഭാരത്. സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് അംബേദ്കറുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ. ഇത്രയും പഠിച്ചാൽ പോരാ. ഇനി നമുക്ക് ഓർഡറായിട്ട് വരാം. ഈ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഓർക്കുക. ഇത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. എല്ലാ വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. ആധുനിക ബുദ്ധൻ, ആധുനിക മനു അല്ലെങ്കിൽ അഭിനവ ബുദ്ധൻ, അഭിനവ മനു, ഇന്ത്യൻ ജെഫേഴ്സൺ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചുള്ളത്. പക്ഷേ ഇനി നമുക്ക് ഓർഡറായിട്ടൊന്ന് പഠിക്കാം. അംബേദ്കറെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന അദ്ദേഹം ജനിച്ചത് 1891 ഏപ്രിൽ മാസം 14-ാം തീയതി മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് മൗ പട്ടണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വ്യക്തമായി പഠിക്കണം. എവിടെയാണ്? മധ്യപ്രദേശിലെ ഇൻഡോർ ഡിസ്ട്രിക്റ്റില് മൗ പട്ടണത്തിലാണ് 1891 ഏപ്രിൽ മാസം 14-ാം തീയതി. അടിവരയിട്ട് പഠിക്കേണ്ടുന്ന ഒരു ഡേറ്റ് ആണ് ഏപ്രിൽ 14. ഏപ്രിൽ 14-മായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അംബേദ്കറുമായി ബന്ധപ്പെട്ട് അംബേദ്കർ ജയന്തി എന്നാണ്. ഏപ്രിൽ 14 ജനിക്കുന്ന ദിവസമാണ് നമ്മൾ ജയന്തി എന്ന് പറയാം, നമുക്കറിയാം. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14-ാം തീയതി. മറ്റൊരു ചോദ്യം കൂടി ഈ അടുത്ത കാലത്തായിട്ട് ഏപ്രിൽ 14-ന് ഇന്ത്യയിലെ ഒരു വിശേഷ ദിനമായി നമ്മൾ ആചരിക്കുന്നല്ലോ. ഏത് ദിനമാണ്? ഇന്ത്യയുടെ ജലദിനമായി ആചരിക്കുന്നു ഏപ്രിൽ 14.
ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ജലദിനം. സുഹൃത്തുക്കളെ, അങ്ങനെ പഠിക്കുമ്പോൾ ലോക ജലദിനം എന്നു കൂടി പഠിക്കുക. ലോക ജലദിനം എന്നാണ്, അത് മാർച്ച് 22-ാം തീയതിയാണ്. മാർച്ച് 22 ലോക ജലദിനമാണ്. പക്ഷെ ഇന്ത്യയുടെ ജലദിനമായി നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ 14-ാം തീയതി അംബേദ്കറുടെ ജന്മദിനമാണ്. ലോക ജലദിനം മാർച്ച് 22. മാർച്ച് 22 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 22 എന്താണ്, അതും കൂടി ഒന്ന് പഠിച്ചുകൊള്ളുക. ഏപ്രിൽ 22 ഭൗമദിനം, എർത്ത് ഡേ, അതും കൂടി ഒന്ന് ഓർത്തുകൊള്ളുക. അതിനോടൊപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അനുബന്ധമായ വിവരങ്ങൾ മനസ്സിൽ നിൽക്കുന്നതൊക്കെ പഠിച്ചു വയ്ക്കുക. അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അംബേദ്കർ എന്നാ ജനിച്ചത്? 1891 ഏപ്രിൽ മാസം 14-ാം തീയതി മധ്യപ്രദേശിലെ ഇൻഡോർ ഡിസ്ട്രിക്റ്റിലെ മൗ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഏത് സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്? മഹർ എന്ന സമുദായത്തിലാണ്. അംബേദ്കറുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട ഒരു ഐത്ത ജാതി ഏത് എന്ന് ചോദിച്ചാൽ മഹർ ജാതി. അപ്പോൾ മഹർ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ താഴ്ന്ന ജാതിയിലാണ്, അധകൃത വിഭാഗത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മേൽജാതിക്കാരായ സഹപാഠികളിൽ നിന്ന് നിരവധി പീഡനങ്ങളും അപമാനങ്ങളും സഹിക്കേണ്ടി വന്നു ഡോക്ടർ BR അംബേദ്കറിന്. ആ അപമാനങ്ങളും പീഡനങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിശക്തമായ രോക്ഷമായി മാറിയതും അധകൃതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന അടിയുറച്ച ചിന്താഗതി അദ്ദേഹത്തിൽ വളർത്തിയതും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല അനുഭവങ്ങളാണ് എന്ന് കൂടി ഓർക്കുക. അപ്പം മഹർ സമുദായം ഒരു ഐത്തജാതി സമുദായമാണ്. അംബേദ്കറുടെ പ്രവർത്തനത്തിലൂടെ വളരെ ഇന്ത്യ ആകെ പ്രചാരം നേടിയ ഒരു ഐത്തജാതി ഏതെന്ന് ചോദിച്ചാൽ മഹർ എന്ന് പറയുന്ന ജാതിയാണെന്ന് ഓർക്കുക. അംബേദ്കറുടെ ഗുരു ആരായിരുന്നു? അംബേദ്കറുടെ ഗുരുനാഥൻ ജ്യോതിറാവു ഫുലെ ആണ്. ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നത് മറ്റൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ്. അധകൃതരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഐത്തത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒക്കെ പടപൊരുതിയ മറ്റൊരു വ്യക്തിത്വമാണ് ജ്യോതിറാവു ഫുലെ. അദ്ദേഹമാണ് അംബേദ്കറുടെ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നോക്കാം നമുക്ക് അംബേദ്കറെ കുറിച്ച് ഇനി ചില ഇയറുകളിലൂടെ നമുക്കൊരു യാത്ര നടത്താം. ചില വർഷങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാം. 1920 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് അസോസിയേഷന് അദ്ദേഹം രൂപം നൽകി. അപ്പോൾ ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് അസോസിയേഷൻ രൂപീകരിച്ചതാര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് 1920. 1920 തന്നെ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു, ഒരു വാരിക ആരംഭിച്ചു. അതിൻ്റെ പേര് മൂക് നായക്. നമ്മൾ ക്ലാസ്സിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, മൂക് നായക്, ബഹിഷ്കൃത ഭാരത്, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രസിദ്ധീകരണങ്ങൾ. 1920 മൂക് നായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാരാണ്? അംബേദ്കർ. അപ്പോൾ അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നേതാണ്? മൂക് നായക്. 1924 അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. ബഹിഷ്കൃത ഹിതകാരിണി സഭ, അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി അംബേദ്കർ ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ്? ബഹിഷ്കൃത ഹിതകാരിണി സഭ. ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ സ്ഥാപകനാര്? ഡോക്ടർ BR അംബേദ്കർ. ഏത് വർഷം? 1924. 1927 അദ്ദേഹം മറ്റൊരു മറാത്തി വാരിക പ്രസിദ്ധീകരിച്ചു. അതേതാണ്? ബഹിഷ്കൃത ഭാരത്. അപ്പോൾ അംബേദ്കറുടെ രണ്ട് പ്രസിദ്ധങ്ങളായ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മൂക് നായകും ബഹിഷ്കൃത ഭാരതും. മൂക് നായക് ആരംഭിച്ചത് ആദ്യമാണ്, അതായത് 1920 1927 അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് ബഹിഷ്കൃത ഭാരത്. 1927 തന്നെ സമാജ് സമതാ സംഘം അദ്ദേഹം സ്ഥാപിച്ചു. സമാജ് സമതാ സംഘത്തിന്റെ സ്ഥാപകനാര്? ഡോക്ടർ BR അംബേദ്കർ. ഏത് വർഷം സ്ഥാപിച്ചു? 1927. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് വരുന്നു. 1927 അദ്ദേഹം മനുസ്മൃതി കത്തിച്ചത്. ഒരുപാട് വട്ടം പരീക്ഷിക്കുകയുണ്ട്. മനുസ്മൃതി തീ കൊളുത്തിയതാരാണ്? ആരാണ് മനുസ്മൃതി തീ കൊളുത്തിയത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്താണ് മനുസ്മൃതി? ഇന്ത്യയിലെ ആദ്യത്തെ നിയമസംഹിത എന്ന് നമ്മൾ അംഗീകരിച്ചിരുന്ന ഒരു കൃതിയാണത് മനു രചിച്ചത്.
കൃതി എന്തിനാണ് അംബേദ്കർ കത്തിച്ചത്? ഒരു പൊതു സമ്മേളനത്തിൽ വെച്ചാണ് മനുസ്മൃതി തീ കൊളുത്തി കളഞ്ഞത്. എന്തിനാണ് തീ കൊളുത്തിയത്? അങ്ങനെ ചോദിച്ചാൽ തീ കൊളുത്തേണ്ട ഗ്രന്ഥം തന്നെയാണത്. കാലത്തെ പുറകോട്ട് നയിക്കുന്ന, ഇത്രയും ജാതി വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കുന്ന, ഐത്തത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന, ഇത്രയധികം സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ വെറുതെ പറയുന്നതല്ല. സ്ത്രീകളെക്കുറിച്ചൊക്കെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്നല്ല, വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതോ രക്ഷത് കൗമാരെ ഭർത്തോ രക്ഷത് യൗവനെ രക്ഷന്ത വാർത്തകേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാൽ എന്താണ്? കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യമാകുമ്പോൾ മകനും സംരക്ഷിച്ചു കൊള്ളും സ്ത്രീയെ, അല്ലാതെ സ്ത്രീക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഏത്? മനുസ്മൃതികൾ. ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് 1927 അംബേദ്കർ മനുസ്മൃതിക്ക് തീ കൊളുത്തിയിട്ട് പറഞ്ഞു, വലിയ താമസം കൂടാതെ നിങ്ങളുടെ കൈകളിൽ തുല്യനീതി ഉറപ്പുവരുന്ന, ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ആധികാരിക ഗ്രന്ഥം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. സുഹൃത്തുക്കളെ, ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ മാസം 26-ാം തീയതി അംഗീകരിക്കപ്പെട്ട 1950 ജാനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന ഈ പറഞ്ഞ പ്രഖ്യാപനത്തിൻ്റെ മറുപടിയാണ്, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പം മനുസ്മൃതി തീ കൊളുത്തിയതാര്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അംബേദ്കർ. ഞാൻ അതിന് സമാനമായ ഒരു കാര്യം കൂടി പറയട്ടെ. മനുസ്മൃതി തീ കൊളുത്തിയത് അംബേദ്കർ, ബൈബിൾ തീ കൊളുത്തിയതാരാണ്? കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ബൈബിൾ തീ കൊളുത്തിയതാരാണ്? ബൈബിൾ തീ കൊളുത്തിയത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായ പൊയ്കയിൽ യോഹന്നാൻ, കുമാര ഗുരുദേവൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാനാണ് ബൈബിൾ കത്തിച്ചത്. അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചോളുക. അപ്പം മനുസ്മൃതി കത്തിച്ചു. ഇനി 1928 കോൺഗ്രസിൻ്റെ ആഹ്വാനത്തെ മറികടന്ന് സൈമൺ കമ്മീഷനിൽ ഹാജരാകുകയും ഹരിജനങ്ങൾക്കായി പ്രത്യേക നിയോജക മണ്ഡലം ആവശ്യപ്പെടുകയും ചെയ്തു അംബേദ്കർ. 1928 സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തത്. പക്ഷേ ആ കോൺഗ്രസ് ആഹ്വാനത്തിന് വിരുദ്ധമായി അംബേദ്കർ സൈമൺ കമ്മീഷനിൽ പങ്കെടുക്കുകയും സൈമൺ കമ്മീഷനിൽ ഹാജരാകുകയും അവിടെ വലിയ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഹരിജനങ്ങൾക്കായി പുതിയ നിയോജക മണ്ഡലം സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് 1928 1930 പിന്നാക്കാക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം നാഗ്പൂരിൽ വെച്ച് അദ്ദേഹം സംഘടിപ്പിച്ചു. പിന്നാക്കാക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം എവിടെ വെച്ചാണ് അംബേദ്കർ സംഘടിപ്പിച്ചത്? നാഗ്പൂരിൽ വെച്ച്. 1930-32 കാലഘട്ടത്തിൽ ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശാ സമ്മേളനങ്ങളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ എല്ലാ വട്ടമേശാ സമ്മേളനങ്ങളും പങ്കെടുത്ത ഒരു വ്യക്തി അംബേദ്കർ. വേറെയുണ്ട് ആള്. ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷ ചോദിച്ചതാണ്, അംബേദ്കറെ കൂടാതെ എല്ലാ വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത മറ്റൊരു വ്യക്തി ആരാണ്? തേജ് ബഹദൂർ സപ്രു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? തേജ് ബഹദൂർ സപ്രു. തേജ് ബഹദൂർ സപ്രു. അംബേദ്കർ കൂടാതെ എല്ലാ വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? തേജ് ബഹദൂർ സപ്രു എന്ന് ഓർക്കുക. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഏത്? ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. അത് 1942 ആയപ്പോൾ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പേര് സ്വീകരിച്ചു. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. അപ്പോൾ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ആര്? ഡോക്ടർ BR അംബേദ്കർ. എന്നെന്ന് ചോദിച്ചിട്ട് ഈ ഡേറ്റ് ഇല്ല എങ്കിൽ 1936 എങ്കിൽ തീർച്ചയായിട്ടും 1942 നിങ്ങൾ എഴുതിക്കോളൂ. എന്താണ്? അത് തന്നെയാണ്, ഈ പ്രസ്ഥാനം തന്നെയാണ്. അതിൻ്റെ പേര് മാറിയെന്നേ ഉള്ളൂ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, രണ്ടും ഒന്ന് തന്നെയാണ്, പേര് മാറിയെന്നേ ഉള്ളൂ. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി
അദ്ദേഹം സ്ഥാപിച്ചു. 1942 ആയപ്പോൾ അത് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പേര് സ്വീകരിച്ചു. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി 1947 വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അംബേദ്കറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത് 1947 ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അതേ 1947 കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ഡോക്ടർ BR അംബേദ്കർ. എന്നാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്. 1956 ഒരുപാട് അനുയായികളുമായി അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. അദ്ദേഹം ജനിച്ചത് ഹിന്ദുമതത്തിലാണ്, ഒടുവിൽ ബുദ്ധമതം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട്. എന്താണ്? ഞാൻ ജനിച്ചത് ഹിന്ദുമതത്തിലാണ്, കാരണം എനിക്ക് മറ്റു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ മരിക്കുന്നത് ഹിന്ദുവായിട്ടല്ല മരിക്കുന്നത്, കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. മനസ്സിലാണല്ലോ? ജനിച്ചത് ഹിന്ദു മതത്തിലാണ്, കാരണം മറ്റു മാർഗങ്ങളില്ല, അങ്ങനെ ജനിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ മരിക്കുന്നത് ഹിന്ദുവായിട്ടായിരിക്കില്ല, കാരണം എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണെന്ന് ഓർക്കുക. ഇനി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു അദ്ദേഹത്തിൻ്റെ കോട്ടിങ്ങും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാളയെപ്പോലെ പണിയെടുക്കുക, സന്യാസിയെപ്പോലെ ജീവിക്കുക. ഇതാരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കർ. ഋഷഭത്തെ പോലെ, ഋഷഭം എന്ന് പറഞ്ഞാൽ കാള, കാളയെപ്പോലെ ജീവിക്കുക, പണിയെടുക്കുക, കാളയെപ്പോലെ അധ്വാനിക്കുക, പണിയെടുക്കുക, സന്യാസിയെപ്പോലെ ജീവിക്കുക. ഇതാരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ. കാലത്തിന് മറക്കാൻ കഴിയാത്ത മഹാനാണ് അംബേദ്കർ എന്ന് വിശേഷിപ്പിച്ചതാര്? അത് ഗാന്ധിജിയാണ്. അംബേദ്കറെ കുറിച്ച് ഗാന്ധി പറഞ്ഞു, കാലത്തിന് മറക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ്, കാലത്തിന് മറക്കാനാകാത്ത മനുഷ്യനാണ് അംബേദ്കർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജിയാണ് എന്നോർക്കുക. 1956 ഡിസംബർ 6 അദ്ദേഹം മരണപ്പെടുന്നത്. 1956 ഡിസംബർ മാസം 6-ാം തീയതി. അതുകൊണ്ട് ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ്. മഹാപരിനിർവാൺ ദിവസ് എന്നറിയപ്പെടുന്നത് ഡിസംബർ മാസം 6-ാം തീയതിയാണ് എന്നോർക്കുക. ഡിസംബർ 6 അംബേദ്കറുടെ മരണാനന്തരമാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? ഭാരതരത്നം കിട്ടുന്നത്. മരണാനന്തരം എന്നാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. 1990 എന്താണ് ഭാരതരത്നം? ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പരമോന്നതമായ സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം. 1990 മരണാനന്തരം അദ്ദേഹത്തിന് കിട്ടി, ഭാരതരത്നം അവാർഡ് കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയാണ് എങ്കിൽ ഓർക്കുക, നമ്മൾ അംബേദ്കറെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജനന ദിവസം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇന്ത്യയുടെ ജലദിനം എന്നാണ്. ഏപ്രിൽ മാസം 14-ാം തീയതി അംബേദ്കർ ജയന്തി. അംബേദ്കർ ഭരണഘടനാ ശില്പിയാണ്, ഭരണഘടനയുടെ പിതാവാണ്, 3 വട്ടമേശാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ്, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ്, ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നു, ആധുനിക മനു എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ ജെഫേഴ്സൺ എന്നറിയപ്പെടുന്നു. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംബേദ്കറെ കുറിച്ച് ഓർക്കുക. അംബേദ്കറുടെ കൃതികൾ ഒരുപാടുണ്ട്. അത് വലുതായിട്ട് പരീക്ഷയ്ക്ക് കൃതികൾ ചോദിക്കാറില്ല. ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് ചോദിക്കുന്നത്. കൃതികൾ ധാരാളമുണ്ട്. വാട്ട് ഗാന്ധി ആൻഡ് കോൺഗ്രസ് ഡൺ ടു അൺടച്ചബിൾസ്, അൺടച്ചബിൾ കാസ്റ്റ് ഇൻ ഇന്ത്യ, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, തോട്ട്സ് ഓൺ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികളാണെന്ന് ഓർക്കുക. അപ്പോൾ അംബേദ്കറെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. അംബേദ്കറുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമെങ്കിലും വരാതിരിക്കില്ല. നന്നായി പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ പഠിക്കുന്നത് ആരെക്കുറിച്ചാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പതിവാണ്. ഒരുപാട് പ്രീവിയസ് ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അംബേദ്കറെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. ഇനി നമ്മൾ സർദാർ പട്ടേലിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട, ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള
ആ ചില പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അത് മതി, നമുക്ക് ഒരുപാട് വിശാലമായിട്ട് പഠിക്കേണ്ട. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, അതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സർദാർ പട്ടേൽ കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾ പറയേണ്ടത് എന്താണ്? ആദ്യം പറയേണ്ടത് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ പിതാവെന്നോ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പിയെന്നോ പറയാം. എന്തുകൊണ്ട് എന്നുകൂടി പഠിച്ചു പോയാൽ മനസ്സിലാവും. അതായത് ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾ എഴുതി തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിലെ അധ്യക്ഷനായിരുന്നു, ചെയർമാനായിരുന്നു ഇദ്ദേഹം. മാത്രമല്ല നമുക്കറിയാം 1931 INCയുടെ കറാച്ചി സമ്മേളനം നടന്നപ്പോൾ അതിലെ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം. ആ കറാച്ചി സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയോ? അതായത് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ INC സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. അപ്പോൾ 1931 കറാച്ചി സമ്മേളനത്തിലെ INCയുടെ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു സർദാർ പട്ടേൽ. ഇനി ഇന്ത്യൻ മൗലികാവകാശത്തിന്റെ പിതാവെന്ന് വിളിക്കാൻ പല കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇന്ത്യൻ മൗലികാവകാശങ്ങൾ എഴുതി തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. 1931 INCയുടെ കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു. കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് മൗലികാവകാശങ്ങളെ സംബന്ധിക്കുന്ന പ്രമേയം പാസാക്കിയത്. ഇത്രയും ഓർക്കുക. അപ്പോൾ ആരായിരുന്നു ഇദ്ദേഹം? ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായി പോകരുത്, അത് അംബേദ്കറാണ്. ഭരണഘടനാ ശില്പി അംബേദ്കറാണ്. പക്ഷെ മൗലികാവകാശങ്ങളുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. തീർന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, വെരി ഇമ്പോർട്ടൻ്റ്, LDയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ സമയത്ത് അദ്ദേഹം ആരുകൂടി ആയിരുന്നു? ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒന്നാമത്തെ ഉപപ്രധാനമന്ത്രി. അപ്പോൾ നോക്കുക, ഹോം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ആരായിരുന്നു? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഉപപ്രധാനമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആര്? സർദാർ പട്ടേൽ. ലോങ്സ്റ്റ് സെർവിംഗ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ലോങ്സ്റ്റ് സെർവിംഗ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി, ഉപപ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ആരാണ്? സർദാർ പട്ടേൽ. കഴിഞ്ഞില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ പട്ടേൽ. ഉപപ്രധാനമന്ത്രിയായിരിക്കെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. പദവിയിലിരിക്കെ മരണപ്പെട്ട ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ പട്ടേൽ. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ച്. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, 1931 INCയുടെ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ പട്ടേൽ. മൗലികാവകാശങ്ങൾ എഴുതി തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ പട്ടേൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ആര്? സർദാർ പട്ടേൽ. പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ പട്ടേൽ. കഴിഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? എന്താണ്? ബർദോളി. ബർദോളി സത്യാഗ്രഹം വർഷവും കൂടെ പഠിക്കുക, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് എന്ന് 1928. എന്താണ് ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്? ഗുജറാത്തില് ഭൂനികുതിക്കെതിരെ കർഷകർ നടത്തിയ ഐതിഹാസികമായ സമരമാണ് ബർദോളി സമരം. ബർദോളി സമരത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. മറക്കാതിരിക്കുക. കഴിഞ്ഞില്ല. കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ, അയൺ ലേഡി ഓഫ് ഇന്ത്യ ആരാണ്? ഇന്ത്യയുടെ ഉരുക്ക് വനിത ആരാണ്?
ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്ക് വനിത ആരാണ്? അത് ഇന്ദിരാഗാന്ധി അല്ലാതെ മറ്റാരാ? ഇന്ദിരാഗാന്ധി തന്നെയാണ്. അതും കൂടെ ഓർമ്മിച്ച് വെച്ചു കൊടുക്കുക. അപ്പൊ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു, അയൺമാൻ ഓഫ് ഇന്ത്യ. മറ്റൊരു പേരുണ്ട് അദ്ദേഹത്തിന്, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നു എന്ന് അന്വേഷിച്ചാൽ മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടി കിട്ടും. ആരാ ബിസ്മാർക്ക്? ജർമ്മനിയെ ഏകീകരിച്ച വ്യക്തി, മോഡേൺ ജർമ്മനിയുടെ പിതാവ്. ജർമ്മനിയെ ഏകീകരിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ ഇവിടെ നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ചത് ആരാണ്? സർദാർ പട്ടേൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം അതുകൂടി. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? സർദാർ പട്ടേൽ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കുന്നതിൽ സർദാർ പട്ടേലിനെ സഹായിച്ച ഒരു മലയാളി ഉണ്ടല്ലോ, VP മേനോൻ. അതും കൂടെ ഓർത്തുകൊള്ളുക ഇവിടെ. അപ്പൊ സർദാർ പട്ടേൽ ഓർക്കുക. സർദാർ പട്ടേലിനെ കുറിച്ച് പോയിന്റുകൾ കൂടി വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അയൺമാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇനി കൂടുതൽ ഒന്നും പറയാനില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർദാർ പട്ടേലിൻ്റെ ജന്മദിനം എന്നാണ്? ഒക്ടോബർ മാസം 31-ാം തീയതിയാണ്. ആ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതാണ് രാഷ്ട്രീയ ഏകതാ ദിനം, രാഷ്ട്രീയ ഏകതാ ദിവസ്, നാഷണൽ യൂണിറ്റി ഡേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏകതാ ദിനമാണ് എന്ന്. ഒക്ടോബർ 31 സർദാർ പട്ടേലിൻ്റെ ജന്മദിനമാണ് എന്ന് ഓർക്കുക. സർദാർ പട്ടേലിൻ്റെ ജന്മദിനം ഒക്ടോബർ 31-ാം തീയതി. കഴിഞ്ഞില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ആ പ്രതിമയുടെ പേരെന്താണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏകതാ പ്രതിമ. എത്ര മീറ്ററാണ് ഉയരം? 182 മീറ്റർ ഉയരം. ആ പ്രതിമ സ്ഥാപിച്ച ശില്പി ആര്? പ്രതിമ രൂപകൽപ്പന ചെയ്ത ശില്പിയുടെ പേരെന്താണെന്നറിയാമോ? രാം വി സുതാർ. രാം വി സുതാർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഏകതാ പ്രതിമ, സർദാർ പട്ടേലിന്റെ പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് രാം വി സുതാർ. എവിടെയാണ് ആ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നർമ്മദാ നദീതീരത്ത്, സർദാർ സരോവർ അണക്കെട്ടില്. സർദാർ സരോവർ അണക്കെട്ടില് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സാധു ബേഡ് എന്ന് പറയുന്ന ദ്വീപിലാണ്, ആ ജലാശയത്തിലാണ് ഏത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഏത് സ്ഥാപിച്ചിരിക്കുന്നത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ. ഏകതാ പ്രതിമ എന്നാണ് ഉദ്ഘാടനം ചെയ്തത് 2018 ഒക്ടോബർ 31-ാം തീയതി. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തിനോടനുബന്ധിച്ച്? 143-ാം ജന്മദിനം, സർദാർ പട്ടേലിന്റെ 143-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 2018 ഒക്ടോബർ 31-ന് ഗുജറാത്തിലെ നർമ്മദാ നദീ തീരത്ത് സർദാർ സരോവർ ഡാമിനുള്ളിലെ സാധുബേഡ് എന്ന ദ്വീപിലെ ജലാശയത്തിലാണ് ആ യൂണിറ്റി പ്രതിമ അല്ലെങ്കിൽ ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പരീക്ഷയ്ക്ക് ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. സർദാർ പട്ടേൽ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇന്ത്യയുടെ ഒന്നാമത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഒന്നാമത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി 1928. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഏകതാ ദിനം എന്നറിയപ്പെടുന്നു, രാഷ്ട്രീയ ഏകതാ ദിനം എന്നറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ പ്രതിമ സർദാർ പട്ടേലിൻ്റെതാണ്. ആ പ്രതിമയുടെ പേര് ഏകതാ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ്. 182 മീറ്ററാണ് അതിൻ്റെ ഉയരം. ആ പ്രതിമ രൂപകൽപ്പന ചെയ്ത് രാം വി സുതാറാണ്. ആ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദീതീരത്ത് ഗുജറാത്തിലെ സർദാർ സരോവർ ഡാമില് സാധുബേഡ് എന്ന ദ്വീപിലാണ് എന്നോർക്കുക. അപ്പോൾ സർദാർ പട്ടേലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട
ഏറ്റവും പ്രമുഖരായ ഈ 3 വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നമ്മൾ ഡോക്ടർ അംബേദ്കറെക്കുറിച്ചും സർദാർ പട്ടേലിനെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആളാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില പ്രധാന ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന പോയിന്റുകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ചങ്ങ് പറയാം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കുകയാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന്. എന്താണത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ എന്ന് പറയുമ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരാധ്യക്ഷനാണ്, സ്ഥിരമധ്യക്ഷനാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരാധ്യക്ഷൻ. അങ്ങനെ സ്ഥിരാധ്യക്ഷൻ എന്നെടുത്ത് പറയണമെന്നില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അധ്യക്ഷൻ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ. വേറൊരു താൽക്കാലിക അധ്യക്ഷനുണ്ട്, ഇടക്കാല അധ്യക്ഷനുണ്ട്. അതാരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഇടക്കാല അധ്യക്ഷൻ? അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അദ്ദേഹത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടക്കാല അധ്യക്ഷനെന്നോ താൽക്കാലിക അധ്യക്ഷനെന്നോ എടുത്തു പറഞ്ഞിരിക്കും. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആര് എന്നൊരു ചോദ്യം വന്നാൽ സംശയം വേണ്ട, സ്ഥിരം ചെയർമാനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1946 ഡിസംബർ മാസം 11-ാം തീയതി. 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ 1-ാം സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9-ാം തീയതിയാണ്. ആ 9-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഇടക്കാല അധ്യക്ഷൻ വരുന്നത്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 2 ദിവസം കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് 1946 ഡിസംബർ 11-ാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തതെന്ന് 1946 ഡിസംബർ 11-ാം തീയതി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഓർക്കുക, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇനി നമ്മൾ ഓർക്കേണ്ടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഏത് കൊച്ചുകുട്ടിയും പറയും ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാമല്ലോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ? പ്രീവിയസ് ചോദ്യപേപ്പർ, നിരവധി ചോദ്യപേപ്പർ ഞാൻ തെളിവായി നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. ഈ ചോദ്യം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് എന്ന്. ഈ ചോദ്യമാണ് ഏറെ പേരും തെറ്റിച്ചിട്ടുള്ളത് എന്നുള്ളത് വേറെ കൗതുകരമായ കാര്യമാണ്. നമുക്കങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട്. എന്താണ്? സിമ്പിളായി കഴിഞ്ഞാൽ നമ്മൾ തെറ്റിച്ചിരിക്കും. അത് നമ്മുടെ രീതിയാണ്. പരീക്ഷയെ കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾ. 5-ാമത്തെ ചോദ്യം വളരെ സിമ്പിളായിപ്പോയി. അപ്പോൾ അടുത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ചോദിക്കും, അത് ശരിയാക്കിയോ? ഇല്ല, അത് ഞാൻ തെറ്റിച്ചു. അതായിരിക്കും മറുപടി. ഇതാണ് നമ്മുടെ രീതി. തെറ്റിക്കാൻ കാരണം എന്താണ്? സിമ്പിളായി പോയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നോ അല്ലെങ്കിൽ പ്രയാസമുള്ള ക്വസ്റ്റ്യനോ ഒന്നും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അതിന് പ്രത്യേകത കൊടുക്കണ്ട. എല്ലാം പഠിക്കുക. ഒരു ആളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ, ഇന്ത്യയുടെ 1-ാമത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതി. അടുത്ത ചോദ്യം, നോൺ ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരേ ഒരാളെ ഉള്ളൂ അങ്ങനെ. ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതിയായത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതിൻ്റെ കാരണം എന്താണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. 1950 ജാനുവരി 26 ആയപ്പോഴാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്, ഭരണഘടന നിലവിൽ വരുന്നത്. അന്നാണ് രാഷ്ട്രപതിയുടെ തുടക്കം.
1950 ജാനുവരി 26 ആയപ്പോൾ എല്ലാവരും പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് തുടരട്ടെ. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നില്ല. ആദ്യം പിന്നീട് തെരഞ്ഞെടുപ്പ് അദ്ദേഹം നേരിട്ടു. പിന്നീട് തെരഞ്ഞെടുപ്പിനെ നേരിടുക മാത്രമല്ല, ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതും ഇദ്ദേഹമാണ്. 99.3% വോട്ട്. വേറെ ആരും ഇതുവരെ അത്രയും ശതമാനത്തിലെത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് നമുക്ക് അഭിമാനിക്കാം, മലയാളിയായ KR നാരായണൻ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായത് ആരാണ്? അത് VV ഗിരി. ഇതിനോടൊപ്പം ആ ചോദ്യങ്ങളും കൂടെ പഠിച്ചുകൊള്ളുക. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 93.3% അദ്ദേഹം വിജയിച്ചത്. പോട്ടെ, അപ്പോൾ അത് പിന്നീട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആദ്യം വന്നത് തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതി, നോൺ ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി നോക്കുക, ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചതാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഞാൻ വേണമെങ്കിൽ ആ പീരീഡ് കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. 1950 ജാനുവരി 26 മുതൽ 1963 1962 മെയ് മാസം 13-ാം തീയതി വരെ. 1950 ജാനുവരി 26 മുതൽ 1962 മെയ് 13-ാം തീയതി വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി. അപ്പൊ ചോദ്യം എന്താണ്? ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മറ്റൊരു ക്വസ്റ്റ്യനും കൂടി വേണമെങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്ക് പറയാം. 2 തവണ തുടർച്ചയായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ വേറൊരാളില്ല. 2 തവണ തുടർച്ചയായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിമാരായിരുന്ന 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ S രാധാകൃഷ്ണനും ഹമീദ് അൻസാരിയും. പക്ഷെ 2 തവണ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തുടർച്ചയായിട്ടിരുന്ന വ്യക്തി വേറെ ആരുമില്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലാതെ. അപ്പൊ 2 തവണ തുടർച്ചയായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹൂ ഹെൽഡ് ഹിസ് ഓഫീസ് ഇൻ 2 ടേം റെഗുലർലി. ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ചോദിച്ചാൽ ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ പോയിന്റ് എന്തൊക്കെയായി? പോയിന്റുകൾ കൂടി വരികയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ, ഇന്ത്യയുടെ 1ാമത്തെ രാഷ്ട്രപതി, തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി, 2 തവണ തുടർച്ചയായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി. നോക്കൂ, അടുത്ത ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പേരുണ്ട്, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ബീഹാർ ഗാന്ധി. ആരാണ് ബീഹാർ ഗാന്ധി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉടനെ അതിൻ്റെ അനുബന്ധ ചോദ്യം കൂടെ പഠിച്ചോളൂ. കേരള ഗാന്ധി ആരാണ്? ഹു ഈസ് നോൺ ആസ് കേരള ഗാന്ധി? കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ കേരളത്തിൽ സത്യാഗ്രഹ സമരത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ കേളപ്പനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരള ഗാന്ധി അതും കൂടെ ഓർമ്മിച്ച് പഠിച്ചുകൊടുക്കുക. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി മറക്കരുത്, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. കഴിഞ്ഞില്ല, ഇനിയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച്. എന്താണ്? 1ാം ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതാര്? 1951 ഡൽഹിയിൽ വച്ച് നടന്ന 1ാം ഏഷ്യൻ ഗെയിംസ്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് വാസ് ഇനാഗുറേറ്റഡ് ബൈ ഹൂം? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 51. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ, 61 ഒരു കാര്യം കൂടെ പഠിക്കുക. ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ആര്? അത് 1961. 1961 പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാണ്? രാഷ്ട്രപതിക്ക് അത് കഴിയുള്ളൂ. സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, അത് വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ 1961 ഇന്ത്യയിൽ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടക്കുന്നത്. ആ സംയുക്ത സമ്മേളനത്തിലൂടെയാണ് ഡവറി പ്രൊഹിബിഷൻ ബില്ല് പാസ്സാക്കുന്നത്. സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്ന ഒരു ബില്ലാണത്. അപ്പോൾ ഡവറി പ്രൊഹിബിഷൻ ബില്ലൊക്കെ പാസ്സാക്കിയ ആ 1ാം സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1961.
ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പോയിന്റുകൾ കൂടി വരുന്നു. ഇനി നോക്കൂ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ പഠിക്കുക. ഇന്ത്യയുടെ ഒന്നാമത്തെ ഭക്ഷ്യ കാർഷിക വകുപ്പ് മന്ത്രിയാണ് ഇദ്ദേഹം. ഫസ്റ്റ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. സ്വതന്ത്ര ഭാരതത്തിലെ നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ കാർഷിക വകുപ്പ് മന്ത്രി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നോക്കൂ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച രണ്ടുപേരെ കുറിച്ച് പഠിച്ച കാര്യം കൂടെ ഓർമ്മിച്ചോളുക. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഭക്ഷ്യ കാർഷിക വകുപ്പ് മന്ത്രി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഇദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നതമായ സിവിലിയൻ അവാർഡായ ഭാരതരത്ന ലഭിച്ചു. ഏത് വർഷം? ആ വർഷം പരീക്ഷയ്ക്ക് ചോദിക്കും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്നം ലഭിച്ചതെന്ന് അദ്ദേഹം പിരിഞ്ഞു പോകുന്ന വർഷം തന്നെയാണ്. 1962 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. 1962 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്നം ലഭിച്ചു എന്ന് ഓർക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിജിയുമായി ഇദ്ദേഹം ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന്, എവിടെ വച്ച്? ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച 1917 ചമ്പാരൻ സത്യാഗ്രഹ വേദിയിൽ. 1917 പരീക്ഷയ്ക്ക് ചോദിക്കാം, ചമ്പാരൻ സത്യാഗ്രഹം നടന്നതെന്ന് 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹ വേദിയിൽ വെച്ച് ഗാന്ധിജിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും തമ്മിൽ കണ്ടുമുട്ടുന്നു. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ പോയിന്റ് കൂടി ഓർക്കുക. ഇനി നമുക്ക് പറയാം, കേരളത്തിലെത്തിയ INCയുടെ ആദ്യ ഔദ്യോഗിക പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരളത്തിൽ എത്തിയ, നോക്കൂ, അതായത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസിഡന്റായി കേരളത്തിലെത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ പതാക തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ പതാക തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി നോക്കുക, ദേശരത്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആര്? ഇദ്ദേഹത്തിന്റെ പൊതുജന സേവനത്തെ മാനിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനൊരു വിശേഷണം നൽകിയിട്ടുണ്ട്. ദേശരത്ന, ജുവൽ ഓഫ് ദി നാഷൻ. ജുവൽ ഓഫ് ദി നാഷൻ, ദേശരത്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശ് എന്ന ഹിന്ദി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1921 ദേശ് എന്ന ഹിന്ദി പത്രം ആരംഭിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരള നിയമസഭയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് രാഷ്ട്രപതിയുടെ, ആരുടെയാണ്? രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ചിത്രമാണ് കേരള നിയമസഭയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർക്കണം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ EMS മിനിസ്റ്ററിയെ പിരിച്ചുവിട്ട രാഷ്ട്രപതിയാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് ഭരണഘടനയിലെ 356 വകുപ്പ് പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററിയെ ഡിസ്മിസ് ചെയ്ത, പിരിച്ചുവിട്ട ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ചോദ്യമാണ്. ആ പിരിച്ചുവിട്ടത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാം, അന്ന് എന്തിൻ്റെ പേരിലാണ് പിരിച്ചുവിട്ടത്? ഒരു വിമോചന സമരം ഇവിടെ ഉണ്ടായി. മന്നത്ത് പത്മനാഭൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു വിമോചന സമരം. ജാതി മത വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മിനിസ്റ്ററിയെ അട്ടിമറിക്കാൻ വേണ്ടി നടന്ന ഒരു ഗൂഢ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയേണ്ടി വരും ആ വിമോചന സമരം. ആ വിമോചന സമരത്തിൻ്റെ ഫലമായിട്ട് 1959 ജൂലൈ 31 ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്തു. അങ്ങനെ 356 വകുപ്പ് പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറുന്നു കേരളം.
രാഷ്ട്രപതി ഭരണം നടപ്പാക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് 1951. എന്നാൽ 356 വകുപ്പ് പ്രകാരം ഒരു സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളത്തിലാണ്. അത് 1959 ജൂലൈ മാസം 31 തീയതിയാണ് എന്ന് ഓർക്കുക. ഇനി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമേതാണ്? മഹാപ്രയാൺഘട്ട്. നമ്മുടെ അംബേദ്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും കൂടി ഒന്ന് ഓർത്തുകൊള്ളുക. അത് ചൈത്രഭൂമി അല്ലെങ്കിൽ ചൈതന്യഭൂമി എന്നാണ് അതിനെ പറയുന്നത്. ഇത് മഹാപ്രയാൺഘട്ട് ആണ് ഇദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് നമ്മൾ കുറേ ചോദ്യങ്ങൾ പറഞ്ഞു. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടുന്നത് ഇത്രമാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയരുത്. ആദ്യ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഒരു തെറ്റാൻ സാധ്യതയുണ്ട്. അതേതാണ്? നമ്മുടെ ഇടക്കാല അധ്യക്ഷൻ എന്നായി പോകും. അത് സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം ഇദ്ദേഹത്തെക്കുറിച്ച്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ, ഇന്ത്യയുടെ 1ാമത്തെ രാഷ്ട്രപതി, തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി, 2 തവണ തുടർച്ചയായി രാഷ്ട്രപതിയായ വ്യക്തി, 1962 ഭാരതരത്നം നേടി, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. 1951 ദേശീയ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഇദ്ദേഹമാണ്. അങ്ങനെ പറഞ്ഞാൽ 1951 ഏഷ്യൻ ഗെയിംസ്, ആദ്യത്തെ 1ാം ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഇദ്ദേഹമാണ്. ഇനി 1961 ആണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ആദ്യത്തെ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. അതും ഇദ്ദേഹമാണ് എന്നോർക്കുക. പിന്നെ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. എല്ലാം മനസ്സിൽ സൂക്ഷിക്കുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഞാൻ ഉറപ്പ് പറയുന്നു, ഗ്യാരണ്ടി പറയുന്നു, ഏത് മത്സര പരീക്ഷകൾക്കും ഈ 3 പേരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒരു രീതിയാണ്. നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.